വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷേ വില എന്തുണ്ട്? അത് യൂറോയാണോ, അത് ഡോളറാണോ, അല്ല രൂപയാണോ? മൂല്യം $1 ഒരു യൂറോ ഉണ്ട്, ഒരു രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ക്രയശേഷി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രയശേഷി എന്ന് പറയണത്, നിനക്കൊരു വിശ്വാസമുണ്ട്, അതിന് ക്രയശേഷി ഉണ്ടോ? അത് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ മാത്രം നിങ്ങളുടെ വിശ്വാസം വിലയുള്ളതാണോ എന്നറിയാൻ എന്താ മാർഗം? ഇത് ക്ലേശങ്ങളിലൂടെ ആർക്ക് കടന്നു പോകാം. പക്ഷെ നീ വിശ്വാസിയാകുമ്പോഴേ നീ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിനക്ക് പോകാം. എന്താണത്? നിനക്ക് മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ട ആൾ ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ ഒരു പിടിപ്പെന്ന് പറയണത്. ഒരു പിടിപ്പില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിവില്ലാത്ത മനുഷ്യനാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കഴിവെന്താണ്? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവന് ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴേ അവൻ നേടിയെടുത്ത കൃപ, രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണം എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ കാര്യം? നിൻ്റെ സഹനം ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്, പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പീഡാസഹനം പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴൊക്കെ ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിനെന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ ബലങ്ങൾ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സന്തോഷത്തോടെ സ്വരത്തിൽ പാടുക, കൈയടിച്ചോണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാകെപ്പാടെ ഒരു വല്ലാത്ത ഒരു അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോയി. നടുവ് പോയപ്പോഴേ, പ്രിയയുടെ നടുവ് പോയപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന്, കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന് എല്ലാം താറുമാറായി താളം തെറ്റിപ്പോവും. ചിലക്കൊരു പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ്? അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാര്യം നിസ്സാര കാര്യത്തിന് അവൾ തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ്.
ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമത നമ്മുടെ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താവിനോട് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താ? വെർച്വൽ കവനൻ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ പിൽഗ്രിം ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടിയല്ല. എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും, പക്ഷെ വരാനുള്ള പാങ്ങില്ല, സമയം വെക്കണില്ല. ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവ്യനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും. അതാണ് ഏകലവ്യൻ ഗുരുവില്ലാതെ പഠിക്കും. ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കണത് കൈ മുറിച്ചോണ്ട് പോകാൻ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇവള് ഉടമ്പടി പാലിച്ച് ജീവിക്കും. ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല, വെർച്വൽ ഉടമ്പടി. എന്നാൽ ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വചനം വായിക്കും, പറ്റുന്നവരൊക്കെ സഹായിക്കും, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത്, ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത്. അവൾക്കത് പിടികിട്ടിട്ടില്ല, ടാലിയാകണില്ല. അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും, പക്ഷെ മകൾക്കതൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് വെർച്വൽ ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും. എന്താ, വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും. പറഞ്ഞു, നീ എന്നാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും. ആ ഒരു ആന്തരിക ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും, അർത്തങ്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാകും. അപ്പോൾ പറയും, മാതാവേ ഞാനീ നടുവും വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടുവും വെച്ചോണ്ട് എങ്ങനെ നടക്കണം, വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോഴും മാതാവ് പറയും, നീ നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും. ഇവിടെ നടക്കാൻ അത് രണ്ടും കൽപ്പിച്ച് റാലിക്ക് വരും. റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും, ബെൽറ്റ് ഊരി കളരി എന്ന് പറയും. ഉടനെ ആ സെക്കൻഡിൽ മുമ്പും പുറകും നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളഞ്ഞിട്ട് നടക്കാൻ തുടങ്ങും. അത് അർത്ഥെങ്കിൽ അവരെ അങ്ങ് നടക്കും. ഇതാണ് വെർച്വൽ ഉടമ്പടി. അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അതിങ്ങനെ കുറിച്ച് വെക്കണ പോലെയാണ്. എന്നിട്ട് എന്താണ്, ആന്തരിക ബോധ്യം നൽകും. അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയുവേ, അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കില്ല. അപ്പോൾ ഉടനെ മകള് വിശ്വാസമില്ലാതെ, അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും, മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം, എന്തെങ്കിലും നീ ചെയ്യണം. എനിക്ക് നടുവില്ലെങ്കിലും, സുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത്, എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല, അവൾക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും. ഉടനെ മാതാവ് 50 എഴുതി കാണിക്കും. ഉടനെ മകളോട് പറയും, നിനക്ക് 60-ൽ 50 മാർക്ക് കിട്ടും. ഉടനെ വിളിച്ച് ഇരിക്കും. കാര്യം 40 പോലും കിട്ടാനുള്ള സാധ്യത അവൾക്കില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. പക്ഷേ എൻ്റെ പരീക്ഷ എഴുതും, പരീക്ഷ കുളമായിപ്പോയി.
റിസൾട്ട് നോക്കാൻ നേരിട്ട് പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവൾക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞല്ല 50 ഞാൻ റിസൾട്ട് നോക്കാൻ പോകണ കേട്ടാന്ന് പറയും. റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ 50 മാർക്ക്. അപ്പോൾ ഇവൾക്ക് സംശയമായി, എൻ്റെ പരീക്ഷ പൊട്ടയിടുന്നല്ല, എനിക്ക് 50 മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴേ അമ്മ പറയും, നിനക്ക് ഇതിനേക്കാൾ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇപ്പം എന്നാ സംഭവിച്ചു? +2 റിസൾട്ട് വന്നപ്പോൾ 600-ൽ 600. ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത്. പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെറിറ്റിലല്ലാതെ അവളെ ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ? പ്രിയ അമ്മ മാതാവിനോട് പറയും, മാതാവേ അവൾ വിശ്വസിക്കണം. ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, അത് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, അവൾ കൂടി വിശ്വസിക്കണം, അതാ വിഷയം. അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയും, അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഈ ഇല്ലാത്ത നടുവും വെച്ചുകൊണ്ട് ആണ് അവൾ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 പത്രോസിൻ്റെ 1:7 എന്താ പറയണത്? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ്. അപ്പം പ്രിയയുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണത്, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത്. ഉടമ്പടി ഏറ്റവും വലിയ സംഭവം വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളെ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും. കമ്മ്യൂണിക്കേഷൻ അറിയാമല്ല, മാതാവ് സംസാരിക്കും, ഉള്ളിൽ ബോധങ്ങൾ തരും, ഉള്ളിൽ ബോധങ്ങൾ തരും. ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ, ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ്. പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും. ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ? വിൻസിയുടെ സാക്ഷ്യം, വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂരുകാരത്തിയാണ്. മലയാളം തമിഴും കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം ഇന്നലെ പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ അപ്പൻ ഒരാൾ ജോലി പോകണ്ടേ, അവർക്ക് ഒറ്റമുറിയായിട്ടുള്ള ഒരു വീടാണ് ഉള്ളത്. അതിനകത്ത് കട്ടിലിട്ട് കിടക്കേണ്ട അപ്പനുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. അപ്പന് ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റണം. ലോണ് ചോദിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ഇടമില്ല. ഇതാണ് ഇവരുടെ സങ്കടം. അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും. പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ 2-3 പ്രാവശ്യത്തെ ഈ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ട്. അപ്പോൾ അമ്മക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല, സ്വപ്നത്തിലേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഒരു 4 നമ്പർ 4 ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ 4 എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം മകളോട് അമ്മ പറയും, വിൻസിയോട് അമ്മ പറയും, ഞാൻ ഇന്നലെ 4 എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. എന്നാ 4 എന്നറിയാൻ വേണ്ടായും. പക്ഷേ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാകും. എന്താണ്? അപ്പന് പണ്ട് ധൈര്യമില്ല. ഞാൻ ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ, ലോൺ കിട്ടുമോ, കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ. അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 30-40 വയസ്സിനുള്ളിൽ
നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 40 വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ. അങ്ങോട്ട് പ്രായമാകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ, ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിടിച്ച് ചെയ്യത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫെൻസ് വരും അവിടെ. അപ്പം അങ്ങനെ ഉണ്ടാകൊണ്ട് ഈ എങ്ങനെ ആര് തിരിച്ചടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പേടിയായിരുന്നു. ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടി എടുത്ത് മാറ്റി. അപ്പനുടനെ പറഞ്ഞു, എടി നമുക്ക് ലോൺ എടുക്കാം, എടി കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇത്രയും നാൾ 10-12 കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന് ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി. അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. നിങ്ങൾക്കറിയാമല്ലേ, മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര ആരും തടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഐസയാർ വായിക്കണ പോലെയാണ്, ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല, തുറന്ന വാതിലാരും അടക്കത്തുമില്ല. മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല. സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എഴുതുകയും അളവും ഒക്കെ എടുക്കണ്ടേ. അളന്നപ്പോൾ അത് 4 സെൻറ്റാണ്. അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ 4 കറക്റ്റായി. പതുക്കെ വരികയാണേ. അപ്പോഴൊക്കെ മനസ്സിലായി ഇത് മാതാവാണ് നയിച്ചുകൊണ്ടിരിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ 4 സെൻറ്റായി. ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ, ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞ അവരുടെ പേരുകളാണ്. വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് 4-ാം വാർഡ്. അപ്പം 4-ാം വാർഡിൽ 4 സെൻറ്റ് സ്ഥലം, അതാണ് ഈ 4 എന്ന് കാണിക്കണത്. അപ്പോൾ 2-4 വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത് ഭയങ്കര 15 ദിവസത്തിനുള്ളിലാണ് അവിടെ സ്കെച്ചും പ്ലാനും. 1 കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും. അതായത് മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് ഇതെല്ലാം ചെയ്ത് പെടാന്ന് നടക്കും. അവർ 1 കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും. എന്തൊരു സ്പീഡാണ് ശരിക്കും. പ്രാർത്ഥിക്കാൻ 3 മുറിയും വലിയൊരു ഹോളുമാണ്. നീ ലാവിഷായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകില്ല. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകില്ല. രജി ചേച്ചിയുടെ സാക്ഷ്യമാണ്. അവർ ഇടുക്കിയിലാണ്. രജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഉടമ്പടിയും സൂക്ഷ്മതയും, ജാഗ്രതയല്ല. വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതാണ് സൂക്ഷ്മതയെന്ന് പറയണത്.
വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മതയെന്ന് പറയണത്. ഇപ്പം അവരാ നാലിലൂടെ ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ, നമ്പറിലൂടെയാണ് ആ മൊത്തം 1.5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. 4 എന്നൊരക്കത്തിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ചേട്ടത്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റഡായി. ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല, അത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി. ഇതൊരു രജിസ്ട്രേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെതാണ്. ഉടമ്പടി കവനൻ്റ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉടമ്പടി കാലമാകുമ്പോഴേ പഴയതുപോലെ ഇങ്ങനെ വായി നോക്കികളായിട്ട് നടക്കരുത്. ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത്. ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ സംഭവിക്കുന്ന എല്ലാത്തിനതും ഉണ്ടാകുമോ എന്നറിയത്തില്ല, പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ രജി ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം, വിദേശത്ത് പഠിക്കണം. അവിടെ കയ്യിൽ 5 പൈസ ഇല്ല. അവരുടെ കയ്യിലുള്ള ആകെപ്പാട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം, അതിന് 10-20 ലക്ഷം രൂപ വേണം. ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ്. ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം. അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ പുരയിടം വിൽക്കണം. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണ കാരണം വിൽക്കാനും ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ അതൊരു മെരിറ്റ് കുറവാണ്. മെരിറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല. അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ മെരിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരണത്. ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചലൈസേഷൻ, ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുലയുണ്ട്. അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ഇതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യപ്പെടാൻ എന്തിനാണ്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അങ്ങനെ അതാണ് സംഭവം. ആൾക്കാർ പ്രാർത്ഥിക്കണത്. ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിൻ്റെ പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ്? അത് അവർ പറയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവരെ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവ കഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത്. അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും. കാര്യം എന്താണ്? ഉടമ്പടി, കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയണത്, അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ്, ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ മർമ്മം അറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ, ഞാൻ കൊച്ചിയിൽ പോകുന്ന പറഞ്ഞതിൻ്റെ കഥയില്ല. ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ്? മരിയൻ പാരിഷ് ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഹെഡിങ്ങിലാക്കിയിട്ട് കാര്യമില്ല. മരിയൻ കൃപാസനത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി നടന്ന സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കേണ്ടത്, അല്ലെങ്കിൽ മിശിക തുണയ്ക്കുക എന്ന് കുറിക്കേണ്ടത്, ആദ്യാക്ഷരം ചെയ്യേണ്ടത്. ആദ്യാക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ച് കർത്താവേ. സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരെ മാറ്റണമേ എന്ന്
ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കരൾ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ ടോൺസിൽ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കോശങ്ങൾ, കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ. നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ തൊണ്ടവേദനകൾ, ടോൺസിൻ്റെ അസുഖങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, നിന്റെ കരൾ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, വെരിക്കോസ് അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ദാവരേണമേ എന്നിൽ നിറയണമേ. ദാവരേണമേ സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവര്, യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മരിച്ചിക്കണമേ. സമാധാനമില്ലാത്തവര്, കുടുംബം തകർന്നവര്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഡൈവേഴ്സിന് വേണ്ടി അകപ്പെട്ടു പോയവര്, കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവര്, ഛിദ്രമായവര് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആധാരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ സൗഖ്യം നൽകണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ സൗഖ്യം നൽകണമേ. കർത്താവിനെ നോക്കുക. ആശീർവാദത്തിന്റെ സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരോ കാര്യത്തിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ. 38 വർഷമായി തളവാദം പിടിച്ചതുപോലെ മനസ്സിന് തളവാദം പിടിച്ച മക്കൾ കർത്താവെ കണ്ണീരോടെ ഓൺലൈനിലും ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അവർ നിന്റെ തിരുമുൻപാർന്ന വലത് കർത്താൽ അടുപ്പിടർ പോലെ ലാസറിനെ ഉയർത്തിപ്പിച്ചവരെ കർത്താവെ അവർ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാ